ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂൺ 3, 22 രക്തസാക്ഷികൾ. 19-ാം നൂറ്റാണ്ടിൽ ആഫ്രിക്കയിലെ ഉഗാണ്ട എന്ന രാജ്യത്തിൽ ഒരാൾ പോലും യേശു എന്ന നാമം കേട്ടിട്ടുണ്ടായിരുന്നില്ല. പൈശാചികമായ ഒരു സാമൂഹിക അവസ്ഥയായിരുന്നു അന്ന് അവിടെ നിലനിന്നിരുന്നത്. അടിമത്തം, വ്യഭിചാരം, മന്ത്രവാദം എന്നിങ്ങനെയുള്ള സാമൂഹിക വിപത്തുകൾ വ്യാപകമായിരുന്ന ആ രാജ്യത്ത് യേശുവിന്റെ നാമത്തിൽ രക്തസാക്ഷിത്വം വരിച്ച 22 വിശുദ്ധരുടെ കഥ ഏതൊരു ക്രൈസ്തവ വിശ്വാസിയെയും വായിച്ചിരിക്കേണ്ടതാണ്. ഫാദർ ലൂതർ, ഫാദർ ലിവിൻഹെക് എന്നീ 2 പുരോഹിതരാണ് ഉഗാണ്ടയിൽ ആദ്യമായി യേശുവിന്റെ നാമം വിളിച്ചു പറയുന്നത്. വൈറ്റ് ഫാദർ സൊസൈറ്റി എന്നുള്ള സന്യാസി സമൂഹത്തിൽ നിന്നുള്ള വൈദികരായിരുന്നു ഇവർ. പട്ടിണിയിൽ മുഴുകി ജീവിച്ചിരുന്ന ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഇവർ കടന്നു ചെന്നു. മ്യൂട്ടേസ എന്ന പേരായ ഒരു രാജാവായിരുന്നു അന്ന് ഉഗാണ്ട ഭരിച്ചിരുന്നത്. പുരോഹിതരെ ഇരുകൈകളും നീട്ടി രാജാവ് സ്വാഗതം ചെയ്തു. അവർ അവിടെ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. നിരവധി പേരെ ക്രിസ്തുവിന്റെ അനുയായികളാക്കി മാറ്റാൻ ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് കഴിഞ്ഞു. എന്നാൽ അന്നവിടെ പ്രചാരത്തിലുണ്ടായിരുന്ന ചില പ്രാചീന മതങ്ങളുടെ നേതാക്കന്മാർ എതിർത്തതോടെ മ്യൂട്ടേസ രാജാവ് ഇവരെ പുറത്താക്കി. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ രാജാവ് മരിക്കുകയും മകൻ വാൻഗ രാജാവാകുകയും ചെയ്തു. വാൻഗ പുരോഹിതരെ തിരിച്ചു വരാൻ അനുവദിച്ചു. ക്രിസ്തുമതം വീണ്ടും പ്രചരിച്ചു തുടങ്ങി. വാൻഗയുടെ മന്ത്രിസഭയിലെ പ്രധാനികളിൽ ഒരാളായിരുന്ന ജോസഫ് മുഗാസ വലിയൊരു വിഭാഗം ക്രിസ്ത്യാനികളുടെ നേതാവായിരുന്നു. രാജാവിന് ഇയാൾ പ്രിയപ്പെട്ടവനായിരുന്നെങ്കിലും ശത്രുക്കളുടെ വാക്കുകൾ വിശ്വസിച്ച് അദ്ദേഹത്തെ ജീവനോടെ ചുട്ടെരിച്ചു. ഈ സംഭവത്തോടെ ക്രിസ്ത്യാനികളായ എല്ലാവരും ഭയപ്പെടുമെന്നും ക്രിസ്തുമതം ഉപേക്ഷിക്കുമെന്നാണ് രാജാവ് കരുതിയത്. എന്നാൽ നേരെ മറിച്ചാണ് സംഭവിച്ചത്. അവരുടെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെട്ടു. നിരവധി പേർ പുതുതായി ക്രിസ്തുമതത്തിൽ ചേർന്നു. പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി 22 പേരെ രാജാവ് കൊലപ്പെടുത്തി. ചിലരെ ഒന്നിച്ചാണ് വധിച്ചത്. ചിലരെ തലയറുത്തു കൊന്നു, മറ്റു ചിലരെ അഗ്നിക്കിരയാക്കി. ഈ രക്തസാക്ഷികളിൽ നിന്ന് കരുത്താർജിച്ച് ഉഗാണ്ടയിൽ സഭ വളർന്നു. 1920 ഈ 22 രക്തസാക്ഷികൾ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെട്ടു. 1964 പോപ്പോൾ 6 ഇവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു.